ഹായ്. അപ്പം അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വോയിസ് ഓവർ കൊടുത്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന അവളുടെ റിയാക്ഷനൊക്കെയാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ ഇതായിരുന്നു അവൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ റെഡി ആയിട്ട് പിന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചേച്ചി ഒന്ന് ഇറങ്ങൂ. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങനെ അവൾക്ക് വെയിറ്റ് ചെയ്ത് പോസ്റ്റ് അടിച്ച സമയത്ത് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ മണിക്കൂറുകളത്തെ കാത്തിരിപ്പിന് ശേഷം ദേ ചേച്ചി ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ പുന്നെ കൂടെ 11 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൾ കയറി. പിന്നെ അവിടെ 11 മണി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിയത്. അവളുടെ വീട് ആക്ച്വലി ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്താണ്. നമുക്ക് ഏകദേശം നടന്നു പോയാൽ തന്നെ അത്രയും ദൂരമൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വരുന്ന കാര്യം അവൾക്ക് എന്തെങ്കിലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൾ കാണുമ്പോൾ റിയാക്ഷനാണ് ഇത്. ഹാപ്പി ബർത്ത്ഡേ. എടാ എനിക്കില്ല, ഞാനാ അതെ, ഞാൻ ക്യാമറ പിടിച്ചോണ്ടാണ്. താങ്ക് യു. ഓ മൈ ഗോഡ് മനീഷ, താങ്ക് യു സോ മച്ച്. പറയൂ, നിന്റെ മുഖം നോക്കല്ല, എന്താണ് പറയാനുള്ളത്? രണ്ട് വളരെ മനോഹരമായ നല്ല ഫ്രണ്ടിനെ പറ്റി, പ്രത്യേകിച്ച് എന്നെ പറ്റി. മനുഷ്യ എന്ന് പറയുന്ന ഒരു ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ കുറേ നുണകളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ നൈസായിട്ട് ഞാനിങ്ങനെ വീഡിയോ കട്ട് ചെയ്തു. എന്നിട്ട് അവളുടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സ് തന്നെയാണ് അടുത്തത്. അടുത്ത് നോക്ക്. എന്താ ഗസ്? മാല. ഓക്കെ, പറഞ്ഞോട്ടെ. എന്താ മനസ്സിലായോ? ഇഷ്ടമുള്ള കളർ ഇടാലോ. ഓക്കെ, ഗസ് കറോ. ഒരു കേസ് തെറ്റിച്ചു, ഇതെങ്ങനെ ശരിക്കും ആലോചിച്ചിട്ട്. ഞാൻ നിനക്ക് ഇതിന് മുമ്പ് ചെറിയൊരു ക്ലൂ പോലെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത്രേ ഉള്ളൂ ക്ലൂ. ആലോചിച്ചാൽ കിട്ടി. ഞാൻ തുറന്നു നോക്കാം. ഗസ് ചെയ്താൽ എന്തായിട്ട് എന്തെങ്കിലും ജസ്റ്റ് ബ്ലണ്ടറായിട്ട് ഗസ് ചെയ്യും. സത്യം എന്നാ എന്തേലും പറ. ഓക്കെ, നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ. അങ്ങനെ കഴിഞ്ഞിട്ട് അവളോട് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവൾ ഇട്ടിട്ടൊക്കെ വന്നു. എന്നിട്ട് അവളുടെ അമ്മേനെ കാണിക്കുമ്പോൾ സമയത്ത് ഓടിയതാണത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പായസമൊക്കെ തന്നു ഞങ്ങൾക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് വിളിച്ചു വീഡിയോ കോൾ ചെയ്ത് വിഷ് ചെയ്യാനായിട്ട്. അങ്ങനെ അവരോട് സംസാരിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തി. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.